രണ്ടാമതായി മീം. ഈ മീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഖുർആനിൽ രണ്ട് രൂപത്തിലുള്ള മീമിനെ കാണാം. ഒന്ന് ഇതേപോലെ മീം വാല് തൂങ്ങിയ ഒരു മീമിനെ കാണാം. രണ്ടാമത് ഇതേപോലെ വാല് ഇങ്ങോട്ട് നീണ്ടൊരു മീമിനെ കാണാം. ഇവിടെ ഈ മീം കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഈ മീം അൽ മീമുൽ മബ്സൂത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന വാല് നീണ്ട മീമിനെ കണ്ടാൽ അവിടെ വഖഫ് ചെയ്യൽ നിർബന്ധമാകുന്നു. ഇല്ലെങ്കിൽ അബദ്ധജടിലമായ അർത്ഥം വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായി നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ വൽ മൗതാ യബ്അസുഹുമുല്ലാഹ്. ഇവിടെ ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ എന്ന് കഴിഞ്ഞിട്ട് ഈ മീമിനെ കാണാം. ഈ മീമിനെ കാണാം, വാല് നീണ്ട മീമിനെ. ഇവിടെ നിർത്താഞ്ഞാൽ ഉള്ള അബദ്ധം ശ്രദ്ധിക്കൂ. ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ, തീർച്ചയായും കേൾക്കുന്നവർ ഉത്തരം നൽകും. വൽ മൗതാ യബ്അസുഹുമുല്ലാഹ്, മരിച്ചവർ അള്ളാഹുവിന്റെ അടുക്കൽ എഴുന്നേൽപ്പിക്കപ്പെടും എന്നാണ് ഈ ആയത്തിന്റെ യഥാർത്ഥ വിവക്ഷ. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാതെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ സ്ഥിതി? ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ, കേൾക്കുന്നവർ ഉത്തരം ചെയ്യും. വൽ മൗതാ, മരിച്ചവരും. അപ്പോൾ മരിച്ചവർ കേൾക്കുമെന്ന് ഈ ആയത്ത് കൊണ്ട് സ്ഥാപിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ മീം അൽ വഖ്ഫു ലാസിം എന്ന പേരിൽ അറിയപ്പെടുന്ന മീമാണ്, വഖഫിന്റെ അടയാളമാണ്. ഈ മീമിനെ എവിടെ കണ്ടാലും നിർത്തൽ നിർബന്ധമാകുന്നു. മൂന്നാമതായി സ്വിലി. സ്വിലി എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതൽ നല്ലതാകുന്നു. അൽ വസ്ൽ ഔല, വഖഫ് ജായിസ്, വഖഫ് ചെയ്യൽ അനുവദനീയമാണ്, പക്ഷേ ചേർത്തി ഓതലാകുന്നു നല്ലത്. നോക്കൂ, ഖിലി. ഖിലി എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് നല്ലത്. വഖഫ് ചെയ്യൽ ജായിസാണ്, പക്ഷേ വഖഫ് ചെയ്യലാണ് നല്ലതും. വഖഫ് ഔല, വസ്ൽ ജായിസ്, വഖഫ് ജായിസ്, വഖഫ് ഔല. ഇത് വഖഫ് ജായിസ്, വസ്ൽ ഔല. ഖിലി കണ്ടാൽ ചേർത്തി ഓതൽ നല്ലത്, ഖിലി കണ്ടാൽ വഖഫ് ചെയ്യൽ നല്ലത്. ഏതായാലും അത് രണ്ടും ജായിസാണ്. അഞ്ചാമത്തത് ജീം. ജീം കണ്ടാൽ വഖഫ് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യാം, ജായിസിന്റെ അടയാളമാകുന്നു. അതേപോലെ 3 പുള്ളി വീതം 2 സ്ഥലത്തായിട്ട് അടുത്തടുത്ത് കാണാം. അടുത്തടുത്ത് 2 സ്ഥലത്തായിട്ട് 3 പുള്ളികൾ കാണാം. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. ആദ്യത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ഥാനത്ത് വഖഫ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ സ്ഥലത്ത് വഖഫ് ചെയ്യുകയാണെങ്കിലോ ഒന്നാമത്തെ സ്ഥാനത്തും വഖഫ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ 2 സ്ഥലത്തും വഖഫ് ചെയ്യാതെ പോവുകയും ചെയ്യാം. ഏതായാലും ജായിസ്. വഖഫ് തആനുഖുൽ വഖഫ് എന്നതിന് പറയും, ആശ്ലേഷണം. തആനുഖുൽ വഖഫ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം വഖഫ് ചെയ്യുക. ഉദാഹരണമായി ഖുർആനിൽ കാണാം, ദാലികൽ കിതാബു ലാ റൈബ്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അടയാളം കാണാം. നോക്കൂ, സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് കാണാം, ദാലികൽ കിതാബു ലാ റൈബ്. ഇവിടെ കാണാം 3 പുള്ളിയെ. അതേപോലെ തന്നെ ഫീഹി എന്ന് കഴിഞ്ഞ ശേഷവും ഈ 3 പുള്ളിയെ കാണാം. പിന്നെ ഹുദല്ലിൽ മുത്തഖീൻ. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വഖഫ് ചെയ്യൽ ജായിസാണ്. ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വഖഫ് ചെയ്യാൻ പാടില്ല. അതല്ല, ഇവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയും വഖഫ് ചെയ്യാൻ പാടില്ല. അത് രണ്ടുമല്ലെങ്കിൽ എവിടെയും വഖഫ് ചെയ്യാതെ കംപ്ലീറ്റ് ഓടി പോകാൻ പറ്റുന്നതാണ്. എല്ലാം ജായിസ് തന്നെയാണ്. ഉദാഹരണം നോക്കൂ,
ദാലിക്കൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ മൂന്ന് രൂപത്തിലും ഇവിടെ ഓതാവുന്നതാണ്. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഖുർആൻ പാരായണ വേളയിൽ സാധാരണ കണ്ടുവരുന്ന ചില വഖഫിന്റെ അടയാളങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യം ലാം. ലാം ആയത്തിൻ നടുവിൽ വന്നത് കണ്ടാൽ അത് നിർത്താതെ ഓതല് നല്ലതിലൊന്നാണ്. വാല് നീണ്ടൊരു മീം കണ്ടാൽ അതും ആയത്തിൻ നടുവിൽ കണ്ടാൽ വഖഫതിൽ വാജിബ്. സിലിയും കിലിയും വന്നാൽ പിന്നെ നിർത്തൽ വാജിബല്ല തന്നെ. സിലിയും കിലിയും വന്നാൽ പിന്നെ നിർത്തൽ വാജിബല്ല തന്നെ. ജായിസിന്റെ അടയാളം ജീമതി ചൊല്ലൽ ഹിതം പോലെ. നുഖ്തത്ത് മൂന്നെണ്ണം അടുത്തായി സ്ഥലം അത് രണ്ടിൽ നിർത്താതെ ഓതല് ജായിസിലൊന്നായി. ഔ ഔവലിൽ വഖഫും സാനിയിൽ മംനൂഉം. ഔ സാനിയിൽ വഖഫും ഔവലിൽ മംനൂഉം. ഇങ്ങനെ ചെറിയൊരു കവിതയിലൂടെ ഈ വിഷയം വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും പഠിപ്പിക്കാൻ പറ്റിയ ഒരു വിഷയമാണിത്. അതുപോലെ തന്നെ നമുക്കറിയാം നൂനുൽ മുശദ്ദദ, മീമുൽ മുശദ്ദദ, മദ്, ഇത്തരം അടയാളങ്ങളൊക്കെ മദ്രസ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാഠ്യ രൂപത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കൂ. മദ്ദീനെ നീട്ടണം, മീമീനെ നിർത്തണം, ലാമീനെ നിർത്തരുതേ. നിങ്ങൾ ലാമീനെ നിർത്തരുതേ. ശദ്ദുള്ള നൂനീനെ ശദ്ദുള്ള മീമീനെ നന്നായി മാണിച്ചിടണം. നിങ്ങൾ നന്നായി മാണിച്ചിടണം. മദ്ദീനെ നീട്ടണം, മീമീനെ നിർത്തണം, ലാമീനെ നിർത്തരുതേ. നിങ്ങൾ ലാമീനെ നിർത്തരുതേ. ഇതുപോലെ ഓരോ ക്ലാസ്സിലേക്കും വേണ്ട രൂപത്തിൽ ചെറിയ ചെറിയ അടയാളങ്ങൾ ഓരോ പാട്ട് രൂപത്തിലോ കവിതാ രൂപത്തിലോ ആക്കി തീർത്താൽ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.